ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രെഡ് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പേര് ബ്രെഡ് ബോംബ് എന്നാണ്. കാരണം ഇത് എന്താ പറയുക, പുറത്തെ ഭാഗത്തൊക്കെ നല്ല ക്രിസ്പി ആയിരിക്കും. ഈ കടിക്കുന്ന സമയത്ത് നമ്മളെ വായിലോട്ട് ഇങ്ങനെ ജ്യൂസി ആയിട്ട് ഇങ്ങനെയുള്ള ഒരു ഫില്ലിങ്ങാണ് വരുന്നത്. ഞാൻ അങ്ങനത്തെ ഒരു ഫില്ലിങ്ങാണ് ഇതിന് കൊടുത്തത്, അതുകൊണ്ടായിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓളും കൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷനും കിട്ടുന്നതാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിപ്പോൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ബ്രസ്റ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതൊന്ന് നമുക്ക് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ചിക്കൻ ഒന്ന് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ചിക്കൻ വെന്ത് വരുന്ന സമയത്തേക്ക് ഞാൻ കുറച്ച് ക്യാബേജും അതുപോലെ കുറച്ച് ക്യാരറ്റും ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഫോർക്ക് വെച്ച് ഇതൊക്കെ ഒന്ന് പിച്ചിക്കീറിയെടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും അതുപോലെ ക്യാബേജും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ചിക്കന് ആവശ്യമൊന്നുമില്ല കേട്ടോ, വേണമെങ്കിൽ മാത്രം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അല്ലെങ്കിൽ ക്യാബേജും ക്യാരറ്റും മാത്രമായിട്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മയോനൈസ് ചേർത്ത് കൊടുക്കണം. മയോനൈസ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചിക്കനും വെജിറ്റബിൾസും എന്തായാലും എത്രയാണോ എടുക്കുന്നത് അപ്പോൾ അതൊന്ന് മിക്സ് ആവാനുള്ള പാകത്തിന് മയോനൈസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴേ ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിതിപ്പോൾ ഹോം മെയ്ഡ് മയനൈസാണ്, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ അതൊരു 1/2 കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അതോടൊപ്പം തന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾ ക്യാബേജും ക്യാരറ്റും മാത്രമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും കുറച്ച് മയനൈസ് ഇതുപോലെ എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. കാരണം മയനൈസ് ചേർക്കുമ്പോഴേ നമ്മൾ കടിക്കുന്ന സമയത്ത് ആ ഫീൽ കിട്ടുള്ളൂ നമുക്ക്. ഇതിലേക്ക് ഞാൻ കുറച്ച് ക്രഷ് ചെയ്ത മുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. സ്പൈസി ആയിട്ട് ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് ഒന്നും ചേർക്കണമെന്നില്ല, ഈ മയനൈസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ബ്രെഡ് പീസ് എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്ര ബ്രെഡ് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അരികുവശം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഈ കട്ട് ചെയ്ത് വെച്ച പീസ് നിങ്ങൾ കളയേണ്ട, അത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഒന്ന് ഉണക്കി പൊടിച്ച് വെച്ചാൽ നമുക്ക് കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ മിക്സ് ചെയ്യാൻ വേണ്ടി എടുക്കുക. അല്ലെങ്കിൽ ഈ ബ്രെഡിൻ്റെ മേലെ തന്നെ നമ്മളിത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതൊന്ന് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇത് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബ്രെഡും എടുത്ത് നമുക്കൊന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കണം. ഇതാ ഈ ഓരോ ബ്രെഡ് പീസ് ഇട്ടിട്ട് കുറേ നേരം കുതിർത്ത് വെക്കരുത്, ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ മതി. എന്നിട്ട് അത് കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. നല്ല പോലെ പിഴിഞ്ഞെടുക്കുക കേട്ടോ. എന്നിട്ട് അതിലോട്ട് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ 4 ഭാഗത്തു നിന്നും ഉള്ളിലേക്ക് ഒരു ബോൾ പോലെ ആക്കിയെടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞ്, അല്ലെങ്കിൽ നമ്മൾ ഇത് എണ്ണയിലിടുന്ന സമയത്ത് ഇതൊക്കെ പൊട്ടിത്തെറിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ നല്ല പോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ കയ്യിൽ വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഇത് നനഞ്ഞ ബ്രെഡ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു ബ്രെഡും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ബോംബ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ബ്രെഡിൻ്റെ പൊടി നേരത്തെ അരികുഭാഗം കട്ട് ചെയ്ത് വെച്ചല്ലോ, അതൊന്ന് പൊടിച്ച ശേഷം അതിൽ മുക്കിയെടുത്താലും മതി കേട്ടോ. ഇപ്പോൾ ഞാൻ കുറച്ചായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതലാവുമ്പോഴാണ് ഒന്നിച്ച് പൊടിച്ചെടുക്കാറാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ എടുത്തിട്ടില്ല. ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് തന്നെ എടുത്തതാണ്. അപ്പോൾ അതിലിതൊന്ന് മുക്കിയെടുത്ത് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നായി ഇങ്ങനെ മുക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ചൂടുള്ള എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ സാധാരണ ഓയിലാണ് എടുത്തത്, അതിലിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. കാരണം ഇത് ബ്രെഡാണ്, അപ്പോൾ എണ്ണ കുടിച്ചു വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി ചൂടായ എണ്ണയിലിട്ട് 2 ഭാഗവും ഒന്ന് മറിച്ചിട്ട് ഒന്ന് കളർ മാറ്റിയെടുത്താൽ മതി. കുറേ നേരം ഒന്ന് വെച്ച് ചെറിയ തീയിലൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ബ്രെഡ് ബോംബ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നല്ല ക്രിസ്പിയാണ് ഇതിൻ്റെ പുറം ഭാഗം, അതുപോലെ തന്നെ ഉള്ളിലെ ഭാഗത്ത് നല്ല ജ്യൂസി ആയിട്ടുമാണ് ഇരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അതുമാത്രമല്ല നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക്സൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ സാധാരണ പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൻ.